ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു സാധാരണ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ആദ്യം തന്നെ ചായ കുടിച്ച് കോഫി കുടിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് കൂടെ കഴിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൂമിൽ വന്നിട്ട് നമ്മുടെ കലണ്ടർ വെട്ടുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഡേറ്റ് വെട്ടി നമ്മൾ ഫ്രഷായിട്ട് കലണ്ടറൊക്കെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജേർണലിങ് ചെയ്യാനായിട്ട് ഇന്നലെ നടന്ന ചെറിയ പോയിൻറ്റ്സ് ആയിട്ട് ജസ്റ്റ് ഇന്നലെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി മാത്രം ജസ്റ്റ് ഒന്ന് ജേർണൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ജേർണലിങ്ങിൽ ഒത്തിരി വലിച്ചു വാരി ചെയ്യാറില്ല. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള സാധനം കിട്ടുവാണെങ്കിൽ അത് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സാധാരണ ജേർണലിങ് ചെയ്യാറ്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുള്ള സാധനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഈ കണ്ടിട്ടുള്ള ഇമേജ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഇമേജ് ജസ്റ്റ് ഒന്ന് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഒന്ന് സ്കെച്ച് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. ആ മൊമെൻറ്റോ പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള അത് മാത്രം കേട്ടോ. അങ്ങനെ ഞാൻ കിട്ടിയൊരു സാധനം വെച്ചിട്ട് ഞാൻ ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. കുറച്ച് എഴുതി വെച്ചു. ഇന്നലെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു, അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ജേർണലിംഗ് ഞാൻ കുറച്ച് കീ പോയിൻറ്റ്സ് മാത്രമായിട്ടാണ് എഴുതാറുള്ളത്, അല്ലെങ്കിൽ വലിച്ചു വരെ എഴുതാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ജേർണലിംഗ് പരിപാടി പെട്ടെന്ന് തന്നെ തീരും. ഇതിപ്പോൾ സ്ലോയിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇത്രയും ഇതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തീരുന്ന പരിപാടി കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു, 2-3 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റൂം മേക്ക് ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് ആ ഒരു സ്ഥലത്തിരുന്ന് ജേർണൽ ചെയ്തത് ഇപ്പോഴാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗ്രീൻ കളറിലേക്ക് മാറ്റിയതിന് ശേഷം ഫസ്റ്റ് ജേർണലിംഗ് ആണ് ഇത്. അതിന് മുമ്പത്തെ ദിവസം ഞാൻ പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ലാത്തവരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ജേർണലിംഗ് ആണ്, അതുകൊണ്ട് കുറച്ചുകൂടെ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ കളർ മേക്ക് ഓവറിൽ ഞാൻ ഈ പുറയിലുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അതായത് നമ്മൾ ഇപ്പം ഓൺലൈൻ വഴി വാങ്ങിക്കുവാണെങ്കിൽ കുറച്ച് റേറ്റ് ആകും. ഇതുപോലത്തെ പിൻട്രസ്റ്റ് ഐറ്റംസ് നമ്മൾ പിൻട്രസ്റ്റിൽ കയറിയിട്ട് നേരെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അത് കിട്ടും. അപ്പം കുറച്ച് വലുതായിട്ട് തന്നെ പ്രിൻ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു ഐഡിയ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാങ്ങ കഴിച്ചു കേട്ടോ. അപ്പം മാങ്ങ സീസൺ ആയതാണ്, കുറച്ച് മാങ്ങ കഴിച്ചു. അപ്പം ഞാൻ കെമിസ്ട്രി പഠിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി കെമിസ്ട്രിയുടെ ഒക്കെ ടെക്സ്റ്റ് എടുത്തിട്ട് ക്ലാസ് കണ്ടിട്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, സൈലത്തിൻ്റെ തന്നെ ഒരു ക്ലാസ്സാണ്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കെമിസ്ട്രി ഒന്നും പഠിക്കാനായിട്ട് പിന്നെ വലിയ താല്പര്യമില്ല, എന്നാലും ബയോളജി തന്നെ എപ്പോഴും നോക്കാനായിട്ട് പറ്റില്ലല്ലോ. നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കോർ ചെയ്യണമെങ്കിൽ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ നമ്മൾ നോക്കണം. അപ്പോൾ കെമിസ്ട്രിയുടെ ഒരു ക്ലാസ് കെമിക്കൽ ബോണ്ടിങ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കെമിക്കൽ ബോണ്ടിങ് പക്ഷേ അത്യാവശ്യം മനസ്സിലാവും, പക്ഷേ നന്നായിട്ട് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മറന്നു പോകുന്ന ഒരു ചാപ്റ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 2ാമത്തെ തവണയാണ് റിവൈസ് ചെയ്യുന്നത്. പക്ഷേ എന്നിട്ടും ഫസ്റ്റ് തവണ ക്ലാസ് കണ്ടിട്ട് ഒരു ഇതുപോലും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അത്ര ഫ്രഷ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഫ്രഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടില്ലെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പം 2-3 തവണ ക്ലാസ് കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്തായാലും സമയമില്ല, എന്നാലും പറ്റുന്ന അത്രയും ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇനി 10 ദിവസം കൂടെ ഉള്ളൂ നീറ്റിന്. അപ്പം നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെച്ച് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ബ്രേക്ക് എടുക്കാനായിട്ടൊരു മഞ്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെറൈറ്റിയാണ്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. മറ്റേതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫോൺ കവർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പറ്റിയ ഒരു ഡിസൈൻ, അത് നമ്മൾ പേപ്പർ വെച്ചിട്ട് ട്രാൻസ്പെറൻറ്റ് ആയത് കാരണം അതിന് പറ്റിയ ഒരു ഡിസൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. പിൻട്രസ്റ്റിൽ നിന്ന് എടുത്താണ്. ഇത് പിങ്ക് കളറാണ് ഞാൻ കണ്ടത്, പക്ഷേ ഞാൻ പിങ്ക് ഒരു പർപ്പിൾ ആക്കാൻ വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ പർപ്പിൾ ആക്കി വന്നപ്പോഴത്തേക്കും അവസാനം ഈ കളർ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ ഇത് തന്നെ സെറ്റ് ചെയ്തു, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ലുക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഫോൺ കേസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് തന്നെ പെയിൻറ്റ് ചെയ്ത് നമുക്ക് കവറ് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് അടിപൊളി ഐഡിയ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഐഡിയ ആയിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാറി ഇടുമ്പോൾ ഒരു പുതിയ ഫീൽ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടേതായിട്ടുള്ള ഒരു സാധനവും കൂടെ, നമ്മുടേതായിട്ടുള്ള ഒരു എഫേർട്ട് കൂടി കിട്ടുന്നുണ്ടല്ലോ, അത് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നുമ്പോൾ. അപ്പം പിൻട്രസ്റ്റ് നല്ല ഓപ്ഷൻസ് ഉണ്ട്, നമുക്കത് നോക്കി ചെയ്യാം. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.